ഗുഡ് മോർണിംഗ് സുഖി. ഗുഡ് മോർണിംഗ്. എന്താ ചെയ്യണ്ടേ? പൊങ്കൽ, സാമ്പാർ, വെൺപൊങ്കൽ. ഗുഡ് മോർണിംഗ് അച്ഛമ്മ. ഗുഡ് മോർണിംഗ് പറയും. അത് കട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ്. Jara. Jara pura kona yau. Rufi. Mama. കുറച്ച് വെച്ചോ, ഇച്ചിരി ചോറ് കുറച്ച് മതി കേട്ടോ. മതി 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 മതി. ചോറ്, പുളിയിഞ്ചി, മോരുകറി, 2 ടൈപ്പ് തോരൻ, പപ്പടം, മുട്ട. സുഖി നല്ല എൻജോയ് ചെയ്തിട്ട് കഴിക്കും. എന്താ സുഖി? സാമ്പാറും നെയ്യും. ഐറ്റംസ് ഒക്കെ പറഞ്ഞു. ഇത് ബ്രിഞ്ചോൾ ആൻഡ് പൊട്ടാറ്റോ, ഇത് കാബേജ് അല്ല ബീൻസ്, ക്യാരറ്റും, മുട്ട, പുളിഞ്ചി, വിത്ത് നെയ്യ്. ആദ്യം സാമ്പാറാന്ന് വിചാരിച്ച് നെയ്യ് വെച്ചു. പക്ഷെ എനിക്ക് സാമ്പാർ വേണ്ട. ഓക്കെ. Are we gonna have to worry about running out of air? I checked. Cars getting in. Okay, and we wait for the rain to stop. Come to bed. അവിടെ എല്ലാവരും നല്ല സീരിയസ് സംസാരത്തിലാണ്. ഇവിടെ ആരുമില്ല. സുഖി വാഷ്റൂം പോയി തോന്നുന്നുണ്ട്. കുറച്ച് പേര് പുറത്തു പോയിട്ടുണ്ട്. ഞങ്ങൾ ലോഗ് ഔട്ട് കഴിഞ്ഞു. ചില്ലിങ്. Hey guys, ഞങ്ങൾ വന്ന് ഇപ്പൊ ടൈം ശരിയായിട്ട് ടൈം വന്നതാ 10:48 ഞങ്ങൾ അങ്ങനെ മുങ്ങി ഐസ്ക്രീം വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. വീട്ടിലായിട്ടത് പറഞ്ഞില്ല, ചുമ്മാ അങ്ങനെ നൈസായിട്ട് ഇറങ്ങി പുറത്തു വന്നു. എല്ലാരും കഴിച്ച് സെറ്റിലായിട്ടിരിക്കുമ്പോ ഞങ്ങൾക്ക് ഐസ്ക്രീം ക്രേവിംഗ് വന്നതുകൊണ്ട് നൈറ്റ് ക്രേവിങ്സ് വന്നതാണ്. ഐസ്ക്രീം കാണാൻ വന്നപ്പോ ഞങ്ങളിന് ഇഷ്ടമായ ഫ്ലേവേഴ്സ് ഒന്നും ഉണ്ടായില്ല എല്ലാം. അതെ, അതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ കേക്ക്സ് ഒക്കെ കാണാൻ നന്നായിട്ടുണ്ട്. അപ്പോൾ കേക്കിന് ഷിഫ്റ്റ് ആവാൻ വിചാരിച്ചു. എന്തായാലും സ്വീറ്റ് വേണം, അപ്പോൾ എന്തെങ്കിലും ആവട്ടെ പറഞ്ഞിട്ട് കണ്ട കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. വെനില അതെ, നിന്നെ കാണില്ലല്ലോ. ചോക്ലേറ്റ് ഇത് ജാം. അതെ, അപ്പൊ ഇതന്നെ വാങ്ങിക്കാൻ തീരുമാനിച്ചോ. ജാം റോൾ. ഓക്കെ, ജാം റോളാണ് ഗൈസ്. ഇതാണ് നമ്മളിപ്പോൾ വാങ്ങിക്കാൻ പോണത്. ഓക്കെ, നമ്മളിവിടെ MDS വന്നിട്ടുണ്ട്. ഇന്നലെ കാണിച്ചില്ലേ, സെയിം MDS. ഇന്ന് നോക്കൂ കുറേ ആൾക്കാരുണ്ട്.
ഇതാ ഞങ്ങള് വീട്ടിൻ്റെ ഉള്ളിൽ പോണ്ട് റിയാക്ഷൻസ് നോക്കാം. അവർക്ക് പറയാണ്ട് പോയി ഞങ്ങൾ വെളിയിൽ പോയത്. നോക്കാം. അതെ എന്തെന്നറിയാണ്ട് ചുമ്മാ ചുമ്മാ ഐസ്ക്രീം പിടിച്ചില്ല ഐസ്ക്രീം വാങ്ങിക്കാൻ പോയതാ ഈ നേരത്തെ യെസ് യെസ് ബട്ട് വിചാരിച്ച ഫ്ലേവർ കിട്ടിയില്ല. പിന്നെ നോക്കി അവിടെ ഐസ്ക്രീം ഇല്ല. അതെ ഫ്ലാഗ് എടുക്കുന്ന അതെ സുഖിനൊന്നല്ല 2 ടാബ്ല ഒന്നുകൂടെ വിടറി. ഇവിടെ ഇരുന്നു ഞങ്ങൾ മിണ്ടാണ്ടിരിക്കാം. വർക്ക് ഫ്രം ഹോം എംപ്ലോയീസ്. Guys, your favorite drink. Hi Hema. How are you? I'm good, thank you. How are you? I'm good, Hema. Thank you. Hema, the payment for vouchers. So basically, there was a previous order, but the class we cancelled it due to a family emergency. Then I raised it again. ഇപ്പൊ സമയം 1:30 നമ്മള് സുഗിന്റെ ഷിഫ്റ്റിന് കമ്പനി കൊടുത്ത് മിക്കവാറും 2:30 വരെ ഇരിക്കുന്ന തോന്നണ്. ഇന്നത്തെ വ്ളോഗിൽ അധികമൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ, കാരണം ഇന്ന് ഫുള്ള് റെസ്റ്റ് ഡേ ആയിരുന്നു. ഞങ്ങളും വലിയവരും എല്ലാവരും കിടന്നുറങ്ങി. എന്തായാലും വ്ളോഗ് അധികം ഡ്യൂറേഷൻ ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ എല്ലാ ദിവസത്തെയും സെയിം ആണെന്ന് ഞാൻ പറയുന്നില്ല, ഇന്നത്തെ എൻ്റെ നൈറ്റ് കെയർ റൂട്ടീൻ കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ ഒരു മിററുണ്ട്, ഇവിടെ ഒരു മിററുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഞാനില്ലേ സ്റ്റാൻഡ് കൊണ്ടുവന്നത് വണ്ടിയിലായി പോയി. നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും ഫോൺ സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഫസ്റ്റ് തന്നെ ഞാൻ ഹെയറിനെ സെക്യൂറാക്കി. രാവിലെ അല്ലല്ലോ, ഉച്ചക്ക് കുളിച്ചിട്ട് മുഖം കഴുകിയതാണ്. ഒന്നും ചെയ്തില്ല, സൺസ്ക്രീൻ മാത്രം ഇട്ടിട്ട് ചുറ്റിയിട്ടിരിക്കുന്നുണ്ട്. മുഖം ഫസ്റ്റ് ഞാൻ ബ്രഷ് ചെയ്യട്ടെ. ബ്രഷ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഇതാ, ഇപ്പം എല്ലാവരും യൂസ് ചെയ്യണതായിരിക്കാം, സിമ്പിളിൻ്റെ. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, പക്ഷെ നല്ല ഫേസ് വാഷാണ്. ട്രൈ. ഇപ്പം നമ്മൾ ഫേസ് വാഷ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ ഫേസ് വാഷ് എന്നിട്ട് നമ്മൾ മുഖം കഴുകി. ഇത് പോയാലും പോവാത്ത പോലെ തോന്നിട്ട കഴിഞ്ഞ ഈ ഒരു അലോവേറ ജെല്ലൊക്കെ മുഖത്തുള്ള പോലെ തോന്നും. ഞങ്ങൾക്ക് മുഖം ഒപ്പിയെടുക്കാം. മുഖം ഒരിക്കലും ഇങ്ങനെ ഉറക്കാൻ പാടില്ല കേട്ടോ. ഫേസിലെ സ്കിന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഒപ്പിയെടുക്കണം. പിന്നെ നിങ്ങൾ കുളിക്കുമ്പോൾ കുളി കഴിഞ്ഞാൽ ഒരിക്കലും ആദ്യം പോയി മുഖം തുടക്കരുത്. കാരണം പിന്നെ നിങ്ങൾ ദേഹം തുടക്കാൻ തുടങ്ങുമ്പോൾ ദേഹത്തെ ഹീറ്റ് ഫുള്ള് മുഖത്തേക്ക് വരും. അപ്പം നിറയെ പിമ്പിൾസ് വരും. എനിക്കിപ്പോൾ വന്നത് പീരിയഡ്സിൻ്റെ ആണ്. കറക്റ്റ് വെഡ്ഡിങ് ഡേൻ്റെ അന്ന് ഈവനിങ് എനിക്ക് പീരിയഡ്സ് ആയി. പിന്നെ ഫുൾ പീരിയഡ്സ് ആയിട്ടായിരുന്നു ഈ 2 ദിവസം ഞാൻ നടന്നത്. 2 അന്നത്തേക്ക് 3rd ഡേ എന്തോ ആയി. ഓക്കെ, അപ്പം നമ്മൾ മുഖം ഒപ്പി. ഇനി അടുത്തത് കാണിക്കാം. അടുത്തത് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എപ്പോഴും ചെയ്യാം, കാരണം ഇപ്പോൾ നമ്മുടെ കൈ നല്ല ക്ലീൻ ആണല്ലോ. ആ കയ്യിൽ ലിപ് ബാം എടുത്തിട്ട്
ലിപ് ബാം ഞാൻ യൂസ് ചെയ്യുന്നത് ലനേജിൻ്റെ ആണ്. ഇത് കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഇത് ഫ്ലേവർ ബെറി ഫ്രൂട്ട്സ് റോജേഴ്സ് ആണെന്തോ. ഇത് ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ് കേട്ടോ. കുറച്ച് നല്ല തിക്കായിട്ടുണ്ടാവും. കളറൊന്നുമില്ല, ട്രാൻസ്പെറൻ്റ് ആണ്, ടിൻറ്റഡ് അല്ല, പക്ഷേ നല്ല മോയ്സ്ചറൈസിങ് ആണ്. കണ്ടോ, ഇത് രാവിലെ വരെ ഉണ്ടാവും ഇതേപോലെ തന്നെയായിട്ട്. അത്യാവശ്യം കോസ്റ്റ്ലി ആണ്, പക്ഷെ ഇത് ഒരിക്കൽ വാങ്ങിയാൽ കുറേ നാൾ നിൽക്കും. 1000 എബോ ഉണ്ട് ഇതിന്. ഓൾമോസ്റ്റ് ആ റേഞ്ച്, എനിക്ക് ഓർമ്മയില്ല പ്രൈസ്, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ലനേജിൻ്റെ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെൻ്റെ ഡെയിലി ഉള്ള നൈറ്റ് റൂട്ടീൻ അല്ല. ഞാൻ ഇന്നത്തെ നൈറ്റിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. സോ ഇത് ആക്ച്വലി ഞാനന്ന് ഫേഷ്യൽ ചെയ്ത ദിവസം ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തല്ലോ, ആ ചെയ്ത ദിവസം ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞതാണ് വൈറ്റമിൻ സി പവർ ഡീറ്റാൻ പാക്ക് പറഞ്ഞിട്ട്. ഇത് അന്ന് എനിക്ക് യൂസ് ചെയ്യാൻ ടൈമൊന്നും കിട്ടിയില്ല, ഞാനത് അങ്ങനെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് ഇന്ന് യൂസ് ചെയ്യാം. ഇത് ആക്ച്വലി നമുക്ക് കയ്യിലിടാം, കാലിലിടാം, ഫേസിൽ എല്ലായിടത്തും ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പ്ലാൻ ഇപ്പോൾ കുറച്ച് മുഖത്തിടാം, ഇച്ചിരി ഇവന് സുഖീനും കുറച്ചിട്ട് കൊടുക്കണം. ഇതൊരു എന്താ പറയുക, ശരിക്കും ഒരു 10 മിനിറ്റ്സ് വെച്ചിട്ട് ഒരു വെറ്റ് ക്ലോത്തോ വെറ്റ് വൈപ്സോ വെച്ച് തുടച്ചെടുക്കാം നമുക്ക്. പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയാൽ ഞാൻ ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നു തോന്നണത്. ഓൾറെഡി നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങിപ്പോണ്ട. പിന്നെ പിമ്പിൾസൊന്നും കൂടി പണി കിട്ടിയാലോ. തേച്ച് നമുക്കൊരു 10-15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇതിനെ വാഷ് ചെയ്യാന്ന് പറഞ്ഞാൽ സോപ്പ് ഇടേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ജസ്റ്റ് വെള്ളം വെച്ചിട്ട് തുടച്ച് വിടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഏത് സ്റ്റെപ്പ് ഇടേണ്ടതെന്നും കാണിച്ചു തരാം. അപ്പോഴാണ് എൻ്റെ നൈറ്റ് കെയർ റൂട്ടീൻ കംപ്ലീറ്റ് ആവുള്ളൂ. നമ്മളത് തുടച്ച് കളഞ്ഞിട്ടാണ്, ഐ മീൻ വെള്ളമാക്കി ഇങ്ങനെ ഉപ്പി എടുത്ത് സോപ്പൊന്നും ഇട്ട് കഴുകിയില്ല. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടവലിൽ വരും, പക്ഷെ ഒന്നുമില്ല. കൈ വെച്ചിട്ട് മാക്സിമം ക്ലീൻ ചെയ്ത്. സോ എനിക്ക് ഒരു ലൈറ്റ് ഡിഫറൻസ് അറിയുന്നുണ്ട് ഇല്ലേ? ബാക്കിയുള്ളത് കുറച്ച് കയ്യിലിട്ടുണ്ടായിരുന്നു. ചുമ്മാ കയ്യിലൊന്നും ഇത്ര പെട്ടെന്ന് എഫക്റ്റ് ആവില്ല, കാരണം ലോങ് ടൈം ടാനാണ്, കുറേ സമയമായിട്ടുള്ളതാണ്, പെട്ടെന്ന് പോകില്ല എന്തായാലും. ഇപ്പോൾ മുഖം ഫുള്ള് ഇതായി, പക്ഷെ കുറച്ച് വലിയ ഇത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞില്ല, ഇത് കാലിലും കയ്യിലും ഒക്കെ ഇടണം. ഇതെന്തെന്ന് വെച്ചാൽ അന്വ 70+ മൂക്കിൽ പോയി പറഞ്ഞിട്ടുള്ള റൈസ് വാട്ടർ ടോണറാണ്. അന്വ 70+. നല്ല പ്രോഡക്റ്റാണ്, ഞാൻ കുറച്ച് നാളായി യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ. ഫസ്റ്റ് വൺ കഴിഞ്ഞു, സെക്കൻഡ് വൺ റൈസ് 70+ സെറാമൈഡ് അങ്ങനെ ടോണറാണ്. ഇത് നമ്മൾ ജസ്റ്റ് മുഖത്തൊക്കെ ആക്കിയിട്ട് വെറുതെ ഇങ്ങനെ. ടോണർ നമുക്ക് രാത്രിയും പകലും എപ്പോൾ യൂസ് ചെയ്യണമെന്ന് നല്ലതാണ്, കാരണം സ്കിൻ ടൈറ്റാക്കാനും കളർ ടോൺ ഒക്കെ റെഡിയാക്കാനൊക്കെ ഇതാക്കും. സോ നെക്സ്റ്റ് ഞാൻ ഇടാൻ പോണത് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് സെറം. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിന്ന് ഈവണാക്കാനും പിന്നെ ഒരു ഹൈഡ്രേഷൻ കൊടുക്കാനും ഒക്കെ നല്ലതാണ്. രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്ന് ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഫ്രീ ആയി ന്യൂഡായിട്ട് സ്കിന്ന് കിടക്കണം. അപ്പോൾ ഏറ്റവും ഹീലാവുന്ന ടൈമാണ് കേട്ടോ. നമുക്ക് അധികം റിങ്കിൾസ് വരാതെ പിന്നെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്നുമില്ല, അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടി. എൻ്റെ എല്ലാം കുഞ്ഞി ഫാൻ ഉണ്ടായിരുന്നു, അതെടുത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വേഗമാണ്, അതെടുത്തില്ല, കുഴപ്പമില്ല. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യണം കേട്ടോ, ബാക്കിയുള്ളത് കഴുത്തിലും തേക്കും, കുറച്ച് ബാക്കി കയ്യിലും തേക്കും. കാരണം കൈ തീരെ കെയർ ചെയ്യണില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഞാൻ പേരൊന്നും പറയില്ല, അവൾ അടിപൊളിയായിട്ട് കൈയും കാലും കെയർ ചെയ്യും, ഫേസിനേക്കാളും കൂടുതൽ.
നല്ല രസമുള്ള കയ്യും കാലമാണ്, സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഉണങ്ങി. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്, ന്യൂട്രിഡം മോയ്സ്ചറൈസിങ് ലോഷൻ. രാവിലെ ആയാലും ശരി രാത്രിയായാലും സെയിം മോയ്സ്ചറൈസർ. ജിമ്മിൽ പോകുമ്പോൾ കളിക്കാൻ പോകുമ്പോൾ ഒക്കെ ഇത് യൂസ് ചെയ്യില്ല. എന്താ വെച്ചാൽ വേർക്കുമല്ലോ, അപ്പോൾ ഇതൊക്കെ വേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ പോൺസിൻ്റെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ അത് നല്ലതാട്ടോ. പോൺസിൻ്റെ ഒരു ബ്ലൂ കളർ ഡബ്ബ വരും, ജെൽ ടൈപ്പ്. അത് ഞാനും സുഖി യൂസ് ചെയ്യുന്നുണ്ട്, രണ്ടാളും തന്നെ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ രാവിലെയൊക്കെ എവിടെയും പോകാനൊന്നുമില്ല, വീട്ടിലേ ഇരിക്കുകയൊക്കെ ആണെങ്കിൽ അങ്ങനെ പുറത്തിറങ്ങണില്ല, ഔട്ട്ഡോർ ഇല്ലാന്നാണെങ്കിലും ഞാനധികം പോൺസിൻ്റെ യൂസ് ചെയ്യാറ്. ലാസ്റ്റ് ഒരു സാധനം കാണിക്കാണ്ട്, ഒരു കുട്ടി സാധനം, അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് നിർത്താം. ഈ മോയ്സ്ചറൈസർ ധരിച്ചാൽ കുറച്ചിങ്ങനെ മസാജ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന്. അപ്പം ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ. അതിൻ്റെ മുന്നേ ഇത് പറയാം, ലിപ്പം പോയിട്ടൊന്നുമില്ല, ഞാൻ ലിപ്പ് സെക്യൂർ ചെയ്തിട്ടാണ് ഇതൊക്കെ വൈപ്പ് ചെയ്തെടുത്തത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ വിൽവ അണ്ടർ ഐ ക്രീം. ഇതിൻ്റെ ഇതൊക്കെ പോയതാ എന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും ഒന്നിച്ചിട്ട് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കുലുങ്ങിയിട്ട് എഴുതിയത്. ഇതും ഇതാ കഴിയാറായിട്ടുണ്ട്. എഫക്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ മനസ്സമാധാനമുണ്ട്. ഇത് മാത്രം തേച്ചാൽ വർക്കാവില്ലല്ലോ, രാത്രി ഉറങ്ങണ്ടേ. ഉറങ്ങിയില്ലെങ്കിൽ എന്ത് ക്രീം തേച്ചിട്ടും കാര്യമില്ല, എന്ത് സ്കിൻ കെയർ ചെയ്തിട്ടും കാര്യമില്ല. അപ്പം ഞാൻ ഇനി അടുത്തത് ശരിയാക്കേണ്ടത് എൻ്റെ സ്ലീപ്പ് റൂട്ടീൻ. അതൊന്ന് ലാഷസിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ തേച്ച് കൊണ്ടുപോകും. പക്ഷേ ഇപ്പം ഈ 2 മണിക്കൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഇത് തേച്ച എഫക്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാനില്ല എന്നാണ് പറയുക. പക്ഷെ രാവിലെ നമുക്ക് കറക്റ്റ് ഒരു 8 hours 7 hours സ്ലീപ്പൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ. സോ അത്ര തന്നെയുള്ള ഇന്നത്തെ വ്ളോഗ്. എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തിരിച്ചും സപ്പോർട്ട് ചെയ്യണം. നാളത്തെ വ്ളോഗ്, അതായത് തിരുവോണം ഡേ വ്ളോഗ് അടിപൊളിയായിരിക്കും. ഫുൾ ഫാമിലിയൊക്കെ ഉണ്ടാവും നമ്മൾ. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ബൈ, ഗുഡ് നൈറ്റ്.